ബിജെപി ഭരിക്കുന്ന ഗുജറാത്തിലെ 9ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിൽ ക്രിസ്തുവിനെ രാക്ഷസനായി വിശേഷിപ്പിച്ചിരിക്കുന്നു. ഗുരുശിഷ്യ ബന്ധം ഇന്ത്യൻ സംസ്കാരത്തിൽ എന്ന തലക്കെട്ടോടെയുള്ള പാഠത്തിലാണ് ഇത്തരം വിശേഷണമുള്ളത്. പാഠപുസ്തകത്തിലെ അക്ഷന്തവ്യമായ തെറ്റ് ഉടൻ തിരുത്തണമെന്ന് ക്രിസ്ത്യൻ സംഘടനകൾ ആവശ്യപ്പെട്ടു. കെ രാജേന്ദ്രൻ ചേർന്നുണ്ടായി വാർത്തയുടെ വിവരങ്ങളുമായി. രാജേന്ദ്രൻ, ഈ ഒരു വിഷയം വലിയൊരു പ്രതിഷേധത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? വലിയ പ്രതിഷേധത്തിലേക്കെന്ന് മാത്രമല്ല, ഇത് ഏറെ ഭയപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഗുജറാത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കാരണം ക്രിസ്തുവിനെ രാക്ഷസനായി ചിത്രീകരിക്കുക, രാക്ഷസനായി പരാമർശിക്കുക, ഇത് കുട്ടികൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്താണെന്ന് വളരെ വ്യക്തമാണ്. ഒന്ന്, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഗുജറാത്ത് സർക്കാർ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരന്തരം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് കാവ്യവൽക്കരണത്തിൽ അധിഷ്ഠിതമായ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുക എന്നതാണ്. അത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന പരാമർശങ്ങളുണ്ടായി, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളുണ്ടായി, അതുപോലെ RSS നേതാക്കളെ മഹത്വവൽക്കരിക്കുന്ന രീതിയിലുള്ള പാഠഭാഗങ്ങൾ തയ്യാറാക്കുന്നു. അതിൻ്റെ എല്ലാം തുടർച്ചയാണ് ഇപ്പോഴത്തെ ഈ ഒരു സംഭവം. ഇതിനകത്ത് ഈ ഒരു പ്രതിഷേധം തുടങ്ങിയ സമയത്ത് തന്നെ ഗുജറാത്ത് വിദ്യാഭ്യാസ വകുപ്പ് അതിനൊരു വിശദീകരണം നൽകിയിരുന്നു. അവർ നൽകിയ മറുപടി ഇതൊരു അച്ചടിപ്പിശകാണ്. ഇത് ശരിയായ രീതിയിൽ ശ്രദ്ധിക്കാതെ പ്രിൻ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു സാങ്കേതികമായ പിഴവ് മാത്രമാണ്. അത് തീർച്ചയായിട്ടും തിരുത്തിയതിനു ശേഷമുള്ള പുതിയ പുസ്തകങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വിദ്യാലയങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കും. ഇതായിരുന്നു അവരുടെ വിശദീകരണം. പക്ഷേ അതുകൊണ്ട് മാത്രം തീരുന്നൊരു പ്രശ്നമല്ല ഇത്. ഇത്തരത്തിൽ ഒരു വിശ്വാസികളുടെ വിശ്വാസത്തെ വലിയ രീതിയിൽ ഹനിക്കുന്ന രീതിയിലുള്ളൊരു നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള നിയമ സംവിധാനം അനുസരിച്ച് അത് ചെയ്തവർക്കെതിരെ കേസെടുക്കണം. എന്നാൽ ഇതുവരെ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ ക്രിസ്ത്യൻ സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ വന്ന ഈ ഒരു പരാമർശങ്ങൾ വന്ന സമയത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, BJPയുടെ അധ്യക്ഷനായ അമിത്ഷാ കേരളത്തിൽ വന്ന് അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധാപൂർവം, ഏറ്റവും ബുദ്ധിപൂർവ്വം എന്ന് തന്നെ പറയാം, നടത്തിയ ഒരു ചർച്ച എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മത പുരോഹിതരുമായിട്ടുള്ളതായിരുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തെ പരമാവധി ബിജെപിയോടിലേക്ക് ആകർഷിക്കുക, അവരെ BJPയോട് ഒപ്പം നിർത്തുക. ഇതിനായിട്ടുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് വളരെ വളരെ തന്ത്രപരമായി നടക്കുമ്പോഴാണ് BJPയുടെ ഒരു യഥാർത്ഥ അജണ്ട എന്താണെന്ന് ശരിയായ രീതിയിൽ പ്രതിഫലിക്കുന്ന ചില സംഭവവികാസങ്ങൾ ഗുജറാത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവതരമായൊരു വിഷയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ ആ ക്രിസ്തുമത വിശ്വാസി നമ്മൾ കാണിച്ച വാർത്തയിൽ പറഞ്ഞതുപോലെ ഈ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയെടുക്കണം, അവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണം. എങ്കിൽ മാത്രമേ തങ്ങളുടെ പ്രതിഷേധം അവസാനിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിനോട് എങ്ങനെയാണ് ഗുജറാത്ത് സർക്കാർ പ്രതികരിക്കുക എന്നതായിരിക്കും ഏറ്റവും നിർണായകമാവുക. ഒരുപക്ഷെ സ്വാഭാവികമായും ഇവിടെ ഇപ്പോൾ അങ്ങനെയൊരു ന്യായീകരണം, അതായത് ഒരു അബദ്ധം പറ്റി അല്ലെങ്കിൽ ഒരു പിഴവ് പറ്റി എന്ന ഒരു ന്യായീകരണം പറയുമ്പോഴും സ്വാഭാവികമായും ഇത്തരം പുസ്തകങ്ങൾ തയ്യാറാക്കുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇത്തരം പുസ്തകങ്ങൾ തയ്യാറാക്കുമ്പോൾ അതെങ്ങനെയാണ് എന്നുകൂടി പരിശോധിക്കേണ്ടതല്ലേ? യഥാർത്ഥത്തിൽ കൃത്യമായ പഠനങ്ങളും. ഇപ്പോൾ ഫാദർ പോൾ തേലക്കാട്ട് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നുണ്ട്. അദ്ദേഹത്തിലേക്ക് കൂടി പോവുകയാണ്. ഫാദർ, ഇത്തരത്തിൽ ഒരു പിഴവ്, അതൊരു ഒരു ചെറിയൊരു അക്ഷരത്തെറ്റോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു അശ്രദ്ധയുടെ പുറത്തോ ഉണ്ടായ ഒരു പിഴവായി കാണാനാകുമോ? അതായത് അദ്ദേഹത്തിന് യേശുക്രിസ്തുവിന് ഒരു വിശദീകരണം നൽകിയിരിക്കുകയാണ്, രാക്ഷസൻ എന്ന രീതിയിൽ തന്നെ. അത് ഈ വിധത്തിൽ പറയുന്ന ഒരു ചെറിയ ന്യായീകരണം കൊണ്ട് മറികടക്കാനാകുന്നതാണോ ആ തെറ്റ്? ഇതെല്ലാം BJPയുടെയും RSSന്റെയും മൗലികമായ കാഴ്ചപ്പാടാണ്. മറ്റ് മതങ്ങളോടുള്ള കടുത്ത സ്പർദ്ധയും വിരോധവും വെച്ചു പുലർത്തുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ബഹിർഗതമായിട്ട് മാത്രമേ ഇതൊക്കെ നമുക്ക് കാണാനാവൂ. ഇതൊക്കെ നമ്മുടെ ഉത്തരേന്ത്യയിലേക്ക് പല സ്ഥലങ്ങളിലും വിഭാഗീയതയും വെറുപ്പും സൃഷ്ടിക്കുക എന്നുള്ള വളരെ വളരെ ഇടുങ്ങിയ സങ്കുചിതമായ വൈരത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വികാരങ്ങളും അതുപോലുള്ള പ്രകടനങ്ങളും ഭാഷയുമൊക്കെയാണ്. ഇത് ദുഃഖകരമാണ് എന്ന് മാത്രമേ പറയാനാവൂ. ഇവിടെ ഫാദർ, ഒരു ഭീതിതമായ അവസ്ഥയില്ലേ? സ്വാഭാവികമായും ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു മാപ്പ് പറയുകയോ ആ വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷെ ഇവിടെ കുഞ്ഞുങ്ങൾക്കിടയിലേക്കാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. കുട്ടികളുടെ ഇടയിൽ വെറുപ്പും വിദ്വേഷവും പരസ്പരമായ ഭിന്നതയും മറ്റു മതങ്ങളോട് പുലർത്തുകയും അങ്ങനെ ഹിന്ദുമതത്തെ മലിനമാക്കുകയും ചെയ്യാണ്. ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികളാണ് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ. കാരണം വളരെയേറെ സൗമനസ്യത്തോടെ വളരെ സാത്വികമായ കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളുള്ള ഹിന്ദുമതത്തെയാണ് വളരെ മൃഗീയമായ വിധത്തിൽ ഹിന്ദുത്വ എന്ന് പറഞ്ഞ് മലിനമാക്കി
അതിനെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഗൗരവമായ പ്രത്യാഘാതം. ഭാരതത്തിലെ ഹൈന്ദവ പാരമ്പര്യത്തെ ഹിന്ദുമതത്തെയും വളരെ മ്ലേച്ഛമാക്കുകയും വളരെ മലീമസമാക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇത്. അതാണ് ഭാരതത്തിന്റെ പാരമ്പര്യത്തിനും ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്ന ഭാരതീയമായ സംസ്കാരത്തിനും വരുന്ന ഏറ്റവും വലിയ വിപത്ത്. അവിടെയാണ് ഫാദർ, കുറച്ചു ദിവസമേ ആയുള്ളൂ അമിത്ഷാ കേരളത്തിൽ വന്ന് ഇവിടെ ക്രിസ്തീയ മതവിഭാഗങ്ങളെ ഒപ്പം നിർത്തുന്നു, അല്ലെങ്കിൽ ആ സൗഹാർദ്ദപരമായ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊക്കെയുള്ളൊരു പ്രതീതി ഉളവാക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ട് ഒരുപക്ഷെ ഇവിടെ BJP നടത്തുന്ന ആ ഒരു ഇരട്ടത്താപ്പ് തന്നെയല്ലേ ഇവിടെ വ്യക്തമാകുന്നത്? തീർച്ചയായിട്ടും അതാണ്. ഇവിടെ വരുമ്പോൾ ഇവിടെ എല്ലാവരോട് സൗഹൃദമാണെന്ന്, കാരണം മറിച്ചൊരു ഭാഷ ഇവിടെ ആളുകൾ സ്വീകരിക്കില്ല എന്ന് വ്യക്തമായി. ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ സൗഹൃദത്തോട് ജീവിക്കുകയാണ്. ആ സൗഹൃദത്തിൽ വിഷം കലർത്താൻ സാധിക്കില്ല എന്ന് വ്യക്തമായി അറിയാവുന്ന ആളുകളാണ് ഇവിടെ വരുമ്പോൾ വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിക്കുന്നത്. ആ സമീപനമല്ല ഉത്തരേന്ത്യയിലോ ബീഹാറിലോ മധ്യപ്രദേശിലോ ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ ഒക്കെ എടുക്കുന്നത് എന്നതാണ് വളരെ 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 നമ്മളെല്ലാവരും കണ്ണു തുറന്ന് കാണുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു പരമാർത്ഥം. അവിടെയാണ് ഫാദർ, അതിന് പറ്റിയൊരു മണ്ണാണ് ഗുജറാത്ത് എന്ന ഒരു ചിന്താഗതി പൊതുവിൽ എല്ലാവർക്കിടയിലുമുണ്ട്. അത് ഈ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കിടയിലും ഉണ്ട് എന്നതിന്റെ തെളിവ് കൂടിയല്ലേ ഇത്? തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. UP-യിലെ മുഹമ്മദ് അത്ലഖ് എന്ന് പറയുന്ന ആള് കുറച്ച് വീട്ടിൽ കാത്തുസൂക്ഷിച്ചവർ തല്ലിക്കൊന്നിട്ട് അവർക്ക് അതുകൊണ്ട് നഷ്ടമല്ല ഉണ്ടായത്. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിയുന്നതിന് മുമ്പ് അവരുടെ അധികാരത്തിൽ വന്നു എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെയുള്ള വൈരത്തിന്റെയും വെറുപ്പിന്റെയും വിഭാഗിതയുടെയും ആ ഒരു സന്ദേശം അവിടെ കൊയ്യാൻ പറ്റുന്ന പാകത്തിൽ അതിന് പറ്റിയ മണ്ണാണ് അതെന്ന് മനസ്സിലാക്കിയ ആളുകളാണ് ഈ മണ്ണിൽ കൃഷി ചെയ്ത് ഈ വൈരത്തിന്റെ വിഭാഗിതയുടെ വിത്ത് വിളച്ച് അവരെ വിജയിക്കാൻ ശ്രമിക്കുന്നത്. അത് കേരളത്തിൽ നടപ്പിലാകില്ല എന്നുള്ളതിന്റെ ഒരു മുഖം കൂടിയാണ് അമിത്ഷാ ഇവിടെ വന്നപ്പോ പ്രകടിപ്പിച്ച ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫാദർ, ഇവിടെ ഈ ഒരു നിലപാട് ഇതൊരു ചെയിനായി തന്നെ വേണ്ടേ കാണാൻ? ഇവിടെ നമുക്കറിയാം നമ്മുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നത് അടക്കം വലിയ രീതിയിൽ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ഉടനീളം ഈ വിധത്തിൽ ജനങ്ങളെ 2 തട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, അതിന്റെയൊക്കെ ഒരു തുടർച്ചയായി കൂടി വേണ്ടേ ഈ വിഷയത്തെ ചേർത്ത് വായിക്കാൻ? ഇതിനെ കാണേണ്ടത് അവര് വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള മുദ്രാവാക്യമാണ് ഘർ വാപ്പസി എന്ന് പറഞ്ഞാൽ പിറകോട്ട് പോവുക. എങ്ങോട്ട് പോകുന്നു? പിറകോട്ട് പോകുന്നത് മനുഷ്യ കാലഘട്ടത്തിലേക്കാണ്. അവിടെ ഈ വാക്യവർഗത്തിന്റെ ആധിപത്യമാണ് നടക്കുന്നത്. ഇപ്പൊ അവർ ഗോമാംസ നിരോധനത്തിന്റെ പേരിൽ ഉണ്ടാക്കിയെടുക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആച്യന്മാരായ ബ്രാഹ്മണന്മാരുടെ അടുക്കളയുടെ നിയമം സാധാരണക്കാരുടെ എല്ലാവരുടെയും പേര് അടിച്ചേൽപ്പിക്കുന്ന ഒരു ആധിപത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ പശുവിറച്ചി അല്ലെങ്കിൽ ഗോമാംസം നിരോധിക്കുക എന്നുള്ളതിലൂടെ നടപ്പിലാക്കുന്നത്. അവിടെ പാവപ്പെട്ടവന്റെ ആഹാരമാണത്. അവന്റെ അന്നേപ്പത്തിന് അവർ ജീവിക്കാൻ കഴിയുന്ന അവന്റെ ആഹാരം ഉണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. ആധിപത്യം ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെ അവശ്യ വിഭാഗങ്ങളെ കീഴാളന്മാരായിട്ട് പഴയ ജാതി വ്യവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു നയത്തിന്റെ നടപടികളാണ് ഇതൊക്കെ. ഇവിടെ ഫാദർ, അത്തരത്തിൽ നിയമങ്ങൾ പോലും കയ്യിലെടുത്തുകൊണ്ട് കാര്യങ്ങൾ തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാം എന്ന ഒരു സർക്കാർ, അതും കേന്ദ്രം ഭരിക്കുന്ന ഒരു സർക്കാർ നിശ്ചയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇത് എത്ര നാൾ ഇങ്ങനെ തുടരും? അവിടെ ഒരു തിരിച്ചടി ഉണ്ടാകില്ലേ? ഈ വിധത്തിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അത് ജനങ്ങൾ തിരിച്ചറിയില്ലേ? 2 കാര്യങ്ങളാണ് ഇവിടെ ഭാരതത്തിന് രക്ഷാകരമായി ഭാവി ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയേണ്ടത്. കേരളത്തിന്റെ ഭാരതത്തിന്റെ ഭാവിയെ സംബന്ധിക്കുന്ന ഗൗരവമായ ആശങ്കകളാണ് ഇതൊക്കെ അവതരിപ്പിക്കുന്നത്. 2 കാര്യങ്ങൾ. ഒന്ന്, മാധ്യമങ്ങൾ തങ്ങളുടെ ആത്മാവിനെ ഈ മൗലികവാദത്തിന് വേണ്ടി വിറ്റ് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുമോ എന്നുള്ള ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ, ഇവിടുത്തെ ചെറുപ്പക്കാരും ജനങ്ങളും ഇത് മനസ്സിലാക്കി ജാഗ്രതയോടെ മനസ്സിലാക്കുകയും വിമർശനപരമായ കാര്യങ്ങൾ കാണുകയും ചെയ്യുമോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. ഈ 2 കാര്യങ്ങളിലാണ് ഭാരതത്തിന്റെ ഭാവി വരാൻ പോകുന്നത് എന്ന് എനിക്ക് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത. വളരെ നന്ദി ഫാദർ പോൾ തേലക്കാടി അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്.